കേട്ടിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് മനസ്സിലാവാത്ത ഉപമകളിൽ ഒന്നാണ് പരിസയന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. പരിസയൻ പറഞ്ഞു, ഞാൻ കർത്താവേ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അയാൾ പറഞ്ഞു ഒന്നും നുണയായിരുന്നില്ല, അയാൾ ചെയ്യുന്നത് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ. അയാൾ പറഞ്ഞു ഒന്നും കള്ളമല്ല കേട്ടോ. പക്ഷെ ആ ചുങ്കക്കാരൻ പറഞ്ഞു, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല കർത്താവേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു. ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും റെവല്യൂഷണറിയായ സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നാണ് ഈശോ പറഞ്ഞത്. ഏറ്റവും വിപ്ലവാത്മകരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി. നോക്ക്, അയാൾ എന്ത് ചെയ്തു? എന്ത് യോഗ്യതയുണ്ട് ഇവന്? ഒറ്റ യോഗ്യതയുള്ളൂ. എന്താണ്? ഹൃദയം കീറി കരഞ്ഞു, പാപിയാണ് എന്ന്. സോ ജസ്റ്റിഫിക്കേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നീതീകരിക്കപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് മാമോദീസ സ്വീകരിച്ച നമ്മൾ നീതീകരിക്കപ്പെട്ടു. ആ നീതീകരിക്കപ്പെട്ടത് ഇന്ന് ലൈവ് ആവണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാവണമെന്നറിയാം? റിപ്പൻറ്റൻസ് ഇല്ലാതെ പറ്റില്ല, അനുതാപം ഇല്ലാതെ പറ്റില്ല.